ഇറ്റ്സ് മീ സവിത ജാൽസ് ഫ്രം പോത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് ബനാറസിയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. ബനാറസി വീവിംഗിലാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ആ ഒരു പാറ്റേൺ പോകുന്നത്. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന പാറ്റേണിലേക്കാണ് പോകുന്നത്. കുറച്ച് പ്രീമിയം റേഞ്ചിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഗൗണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ കേർട്ട് ടോപ്പ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. 43.5 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വന്നിരിക്കുന്നത്. ബൂട്ടയും ബൂട്ടിയും ഒക്കെ ആയിട്ടുള്ള വീവിംഗ് ആണ് പോകുന്നത് കേട്ടോ. അതും വന്നിരിക്കുന്ന ഒരു ആന്റിക് സെറിയിലുള്ള വീവിംഗ് ആണ്. കണ്ടു നോക്കാം. 419 രൂപയാണ് ഒരു മീറ്ററിന് പ്രൈസ് വന്നിരിക്കുന്നത്. ഓരോ ഡിസൈൻസിന്റെയും 3 കളേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണുന്നത് പീക്കോ ഗ്രീൻ ടോണിലേക്ക് പോകുന്നു. നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഓരോ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നല്ല ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഒരു ടിഷ്യൂ ഫീലിംഗിലേക്കാണ് ഇതിന്റെ ഫൈനൽ ആ ഒരു ഫിനിഷിംഗ് വരുന്നത് കേട്ടോ. ഒരു ഗ്ലേസ്ഡ് പാറ്റേണിലേക്ക് പോകുന്നു. ഇത് വെയർ ചെയ്യുമ്പോൾ കണ്ട നല്ലൊരു ടിഷ്യൂ ഫൈലിംഗ് വരുന്ന പോലെ ഒരു ഗ്ലോസി ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. അതൊരു ആന്റിക് ജെറിയാണ്. ചെറിയ ചെറിയ ബുട്ടിയാണ് ഇതിനകത്ത് പോകുന്നത് കേട്ടോ. അതും ഒരു സ്റ്റാർ ഡിസൈനിൽ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ സാരിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂണിക് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേണിലേക്ക് സാരിയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു പിങ്ക് ടോൺ ആണ്. നല്ലൊരു കളർ, നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു കളറാണ്. കണ്ടോ, അതേ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ. എത്രത്തോളം ഇത് വെച്ച് കാണിക്കുമ്പോൾ ആ ഒരു ടിഷ്യൂ ഫീലിംഗ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. എങ്കിലും ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളതൊരു ഗ്രീൻ ടോൺ ആണ്. 3 നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ. ഏതാണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരുന്ന പോലെ. ഞാൻ ഇതിന്റെ ഇന്നർ പാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ വീവിംഗ് പോകുന്നത്. ഇന്നർ പാർട്ടിൽ ആ ഒരു പാറ്റേൺ ആണ് പുറത്തേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെയുള്ള ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. 419 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഇനി നമ്മൾ കാണുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ്. ഈ ബുട്ടി വന്നിരിക്കുന്നത് കുറച്ച് വലുതായിട്ടാണ്. അപ്പോൾ ബുട്ടിയായിട്ടാണ് ഇത് പോകുന്നത്. കാണിച്ചു തരാം. ഇത് വന്നിരിക്കുന്നത് വയലറ്റ് ടോൺ ആണ്. അപ്പോൾ കുറച്ചുകൂടി എന്തോ പറയുന്നത്, കളർഫുൾ ആയിട്ടൊക്കെ വെയർ ചെയ്യണമെന്നുള്ളവർക്ക് നല്ല ചോയ്സ്. ഇനി കാണുന്ന കളേഴ്സ് എല്ലാം തന്നെ ഇത് ഇങ്ങനെയാണ് ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഉണ്ടോ, ഒരു ഗ്ലോസി ഫിനിഷിൽ ടിഷ്യൂ ഫാബ്രിക്കിന്റെ ഫീലിംഗ് പോലെ. വാഷ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഹാൻഡ് വാഷ് ചെയ്യാവുന്ന ഫാബ്രിക്കാ. നെക്സ്റ്റ് വൺ നല്ലൊരു റെഡ് കളർ. ആ റെഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു ചെല്ലി റെഡ് കളറിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. അതും കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള വീവിംഗ് ആണ്. ഇതിന്റെയും ഇന്നർ പാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു വീവിംഗ് പോകുന്നത്. അതിന്റെ ചെറിയ ഒരു ഡിസൈൻ ആണ്. അപ്പുറത്തേക്ക് വരുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് പോകുന്നു. ലാസ്റ്റ് വൺ കാണുന്നത് പീക്കോ ഗ്രീൻ ആണ്. പ്രീമിയം റേഞ്ചിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക് ആണ്. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. 419 രൂപയാണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8891060225 കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.